സാർ ഞാനോ? ഒന്ന് സഹകരിക്കാവോ? പിന്നെന്താ സാർ, നമ്മുടെ കമ്പനിയുടെ കുറച്ച് പുതിയ പ്രൊഡക്ട്സ് പരിചയപ്പെടുത്താൻ വന്നതാണ്. പെടുത്തിക്കോളൂ. ഈ തറവാട്ടി സ്ത്രീ സാന്നിധ്യോ ഇങ്ങനെ വെയിലത്ത് നടക്കുന്നതൊക്കെ ബുദ്ധിമുട്ടല്ലേ? പിന്നെ സാറ് ചെലവിന് തരുമോ? വേണമെങ്കിൽ തരാം. അച്ഛാ, ഇതെങ്ങനെ മോനെ പെണ്ണെ വിളിച്ചിറക്കിയോണ്ടോ നിക്കുന്നു? ഒന്നാമത്തവനെ രണ്ടാമത്തവനെ ദേ രണ്ടും കേട്ടവൻ ഇവിടെ ഞാൻ നിൽക്കുമ്പോഴാ. എന്റെ പൊന്നുമോളെ, നീ ഇവന്റെ എന്തോ കണ്ടോണ്ട്? അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് പ്രൊഡക്റ്റ് ഈ പ്രൊഡക്റ്റിന്റെ ദൃഷ്ടി പതിഞ്ഞാ മതി, നാട്ടുകാര് പറയും പിഴച്ചൂന്ന്. ഞാൻ ജസ്റ്റ് പരിചയപ്പെടുത്താം. പരിചയപ്പെട്ടോണ്ടാണല്ലോ ഈ കെട്ടും കിടക്കെ എടുത്തോണ്ട് ഇങ്ങോട്ട് വന്നത്. വേണ്ട ഫാത്തിമ, തർക്കിക്കണ്ട. ഫാത്തിമേ? പേരെന്തായിരുന്നു? ആരതി. ആരതിയായിട്ടുള്ള ആദ്യ രാത്രി ഞാൻ സങ്കല്പിച്ചു കഴിഞ്ഞു. നിന്നെ ഞാൻ ഈ പകല് താണ്ടിക്കത്തില്ല. ഇനിയൊരു ശക്തിക്കും ഞങ്ങൾ പിരിക്കാനാവില്ല. വിട്രോ. നിന്റെ കഷ്ടാലം മോളെ, ഞാൻ പോയി നിലവിളക്ക് എടുക്കട്ടെ. വയ്യേ? പിന്നെ ഞാൻ കൂടെ അവിടെ ഈത്തപ്പഴത്തിന്റെ കുരുകളായാ നിക്കുന്ന. അവന്റെ പെണ്ണിറങ്ങി വന്നോണ്ട് അവൻ കെട്ടുന്നു. എന്ന് വെച്ച് ഞാനല്ലേ മൂത്തത്? അവളെ ഞാൻ കെട്ടിയിട്ട് മതി അവൻ കെട്ടുന്നത്. നിർത്താ പൊട്ടന്മാരെ. ഭാരതി. ഭാരതല്ല, ഇന്ത്യ. ആരതി. നീ പോടക്കോഴി. എന്റെ പൊന്ന് കാരണവരെ ഞാൻ എന്റെ കമ്പനിയുടെ കുറച്ച് പ്രൊഡക്ട്സ് വിൽക്കാൻ വേണ്ടി വന്നേ, അല്ലാണ്ട് തന്റെ ഓന്റെ പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി വന്നതല്ല. കുറച്ച് നേരം കൂടെ നിന്നാ പ്രസവിച്ചാനല്ലോ. ഒന്ന് കൂടെ നിന്നായിരുന്നു ഇപ്പൊ കല്യാണം നടന്നു പോയത്. ചേട്ടാ, ഈ അച്ഛനെന്താ ഇങ്ങനെ? സെയിൽസ് ഗേളെ പോലും വെറുതെ വിടരുതാ.